തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ച് മുകേഷ് എം.എൽ.എ. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മുകേഷ്. വിഷയത്തിൽ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മുകേഷ് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഷീജ ആയിരുന്നു. ഷീജ, എന്തൊക്കെയാണ് മുകേഷ് എം.എൽ.എ. പറഞ്ഞ കാര്യങ്ങൾ? അജിംഷാദ്, നിലവിൽ മുകേഷിനെതിരെ ഉള്ള ആരോപണം കൂടി വന്നൊരു പശ്ചാത്തലത്തിലാണ് ഇതിൽ പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമം വഴിയാണ് ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് വസ്തുനിഷ്ഠവും കാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്ത് ഈ വരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ എന്നുള്ള കാര്യമാണ്. അതിനൊപ്പം തന്നെ 2009 സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ആൽബവുമായി എന്റെ വീട്ടിൽ വന്ന് അവരുടെ പേര് പരിചയപ്പെടുത്തി. അവരിപ്പോൾ പരാതി നൽകിയിട്ടുള്ള സ്ത്രീയാണ്, അതുകൊണ്ട് നമുക്ക് പേര് പറയുവാൻ സാധിക്കും. ആ അവസരങ്ങൾക്കായി സഹായം പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ ശ്രമിക്കാം എന്നാണ് പ്രതികരിച്ചത്. പിന്നീട് കൂടിക്കാഴ്ചയിലെ തന്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വാട്സ്ആപ്പ് സന്ദേശം അയക്കുകയുണ്ടായി. ആ സമയത്തൊന്നും അവർ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മുകേഷ് പറയുന്നു. പിന്നീട് വളരെ കാലത്തേക്ക് അവരെ പറ്റി വിവരം ഒന്നും ഉണ്ടായിരുന്നില്ല. 2022 ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. അതിൽ ഇവരുടെ പേര് ആദ്യത്തെ പേരിൽ നിന്നും മാറ്റിയാണ് പരിചയപ്പെടുത്തിയിരുന്നത്. തുടർന്ന് വലിയൊരു സാമ്പത്തിക സഹായം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഞാൻ നിസ്സഹായനാണെന്ന് അറിയിച്ചപ്പോൾ 1 ലക്ഷമെങ്കിലും മതിയെന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഈ തുക ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സ്ആപ്പിൽ സന്ദേശം അയക്കുകയും ചെയ്തതായി മുകേഷ് പറയുന്നു. ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഭർത്താവ് എന്നവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും വൻ തുക ആവശ്യപ്പെടുകയുണ്ടായി. പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ തനിക്കെതിരെ തിരിച്ചിരിക്കുകയാണ് എന്നാണ് മുകേഷ് പറയുന്നത്. സന്ദേശങ്ങൾ ഞാൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ആരുടെയെങ്കിലും വ്യക്തിത്വമോ അന്തസ്സോ ഹനിക്കപ്പെടാൻ കൂട്ടു നിൽക്കുന്ന ഞാൻ, എന്നാൽ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങൾക്ക് കീഴ്പ്പെടാനും താൻ തയ്യാറല്ല എന്നുള്ള കാര്യമാണ് മുകേഷ് പറയുന്നത്. യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം. ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കെണിവെക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം. അതുകൊണ്ട് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. ഷീജ, ഇതിന് തെളിവായിട്ടുള്ള ശബ്ദ സന്ദേശം അടക്കമുള്ളവ തെളിവായി പുറത്തുവിടും എന്ന് മുകേഷ് പറഞ്ഞിട്ടുണ്ടോ? ഇതിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ് മുകേഷ് പറയുന്നത്. കാരണം ഈ സ്ത്രീ തനിക്ക് അയച്ച മെസ്സേജ്, അതോടൊപ്പം തന്നെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ എല്ലാം തന്റെ ഫോണിൽ തെളിവായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുകേഷ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും മുകേഷ് എം.എൽ.എ. കാര്യങ്ങൾ വിശദീകരിക്കുന്നു. തനിക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. തെറ്റായ വിവരങ്ങൾ മുമ്പിൽ തെറ്റായ വിവരങ്ങൾ നിരത്തി ബ്ലാക്ക് മെയിലിങ്ങിനുള്ള ശ്രമമാണ് ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് നടക്കുന്നത്. അതിനുള്ള തെളിവുകളൊക്കെ തൻ്റെ പക്കലുണ്ട്. ഇത്യാദി കാര്യങ്ങളാണ് മുകേഷ് എം.എൽ.എ. വിശദീകരിക്കുന്നത്. ഈ ബ്ലാക്ക് മെയിലിങ്ങിന് കീഴടങ്ങില്ല എന്നും മുകേഷ് എം.എൽ.എ. പറയുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയമായി കൂടി അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം ബോധപൂർവമായി നടക്കുന്നു എന്നതിൻ്റെ കൂടി സൂചനയാണ് മുകേഷ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്.